Question number 6. Question number 6, conic sections എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വന്നിരിക്കുന്നതാണ്. എനിവേ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ സർക്കിൾസ്, നോക്കിയേ അവിടെ രണ്ട് സർക്കിൾസിൻ്റെ ഇക്വേഷൻസ് തന്നിരിക്കുന്നു, ശരിയാണല്ലോ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ദീസ് ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് എക്സാക്ട്ലി ടു ഡിസ്റ്റിങ് പോയിന്റ്സ്. അപ്പോൾ ഈ രണ്ട് സർക്കിൾസും ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സർക്കിൾസാണ് രണ്ട് പോയിന്റുകളിൽ, ശരിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് സർക്കിൾസ് വന്നാൽ അതിനുള്ള കണ്ടീഷൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ശരിയല്ലേ. ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ C1, രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ C2 എന്നിരിക്കട്ടെ. അതുപോലെ തന്നെ ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് R1, സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് R2. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സർക്കിൾസും രണ്ട് പോയിന്റുകളിലായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഓഫ് R1 മൈനസ് R2 ലെസ് ദാൻ C1 C2 ലെസ് ദാൻ R1 പ്ലസ് R2. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷനിലേക്ക് റെസ്പെക്റ്റീവ് വാല്യൂസ് ഒക്കെ കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്തായാലും ശരി C1 C2 R1 R2 ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. C1 എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ മക്കളെ. ഫസ്റ്റ് സർക്കിൾ നമ്മൾ എടുത്താൽ അതിൻ്റെ സെൻറ്റർ വളരെ ക്ലിയർ ആണ്, -1 -2 ആണല്ലോ അല്ലേ. സെൻറ്റർ ഓഫ് ദി ഫസ്റ്റ് സർക്കിൾ ഏത് പോയിൻ്റാണ് വരിക? ഓഡേഡ് പെയർ -1, -2, ശരിയല്ലേ. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ R1 എന്ന് വിളിക്കുന്നു, അതവിടെ വ്യക്തമായിട്ട് തന്നിട്ടില്ല, R എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും ഒക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കിളിലേക്ക് വരാം. രണ്ടാമത്തെ സർക്കിളിലേക്ക് വന്നാൽ അവിടെ C2 സെൻറ്റർ ഓഫ് ദി സർക്കിൾ. നിങ്ങൾക്കറിയാം സെൻറ്റർ ഓഫ് ദി സർക്കിൾ -G, -F അല്ലേ. ജിയും എഫും ഒക്കെ എവിടെ എന്താ? ജി എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയല്ലേ. എഫ് എന്ന് പറയുന്നത് വൈയുടെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയല്ലേ. സോ -G, -F എന്ന് പറയുന്നത് 2, 2 അല്ലേ. ഇനി അതുപോലെ തന്നെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക? √G² + F² - C അല്ലേ മക്കളെ. അപ്പോൾ എവിടെയാണെങ്കിൽ എന്താ കിട്ടുക? √-2² + -2² - C കോൺസ്റ്റൻ്റ് ഇവിടെ 4 തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും √4 ആണ്. √4 എത്രയാ? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് C1 ഉണ്ട്, C2 ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്. അതിൽ R1 മാത്രം 6 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്, കൃത്യമായ വാല്യൂ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ R-ൻ്റെ റേഞ്ച് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസിലെല്ലാം തന്നിരിക്കുന്നത് അതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക? നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷൻ വളരെ ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് നമുക്ക് ഈ കിട്ടിയ വാല്യൂസിനെയൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ മക്കളെ, അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് R1 മൈനസ് R2, അപ്പോൾ ഇവിടെ R -2 എന്നാകത്തില്ലേ. ലെസ് ദാൻ C1 C2. C1 C2 എന്ന് പറഞ്ഞാൽ C1 എന്ന് പറയുന്ന പോയിന്റും C2 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം C1 C2 കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ പോരെ. √(x2 - x1) the whole square. 2 - -1 അതായത് 3 അല്ലേ. 3യുടെ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് y2 - y1 the whole square. അത് 2 - -2 അത് 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16. ചുരുക്കി പറഞ്ഞാൽ √25 which is equal to 5. അപ്പോൾ C1 C2 എന്ന് പറയുന്നത് എത്രയാ? 5 ആണല്ലോ. അപ്പോൾ ലെസ് ദാൻ എന്താ കിട്ടുക? 5 എന്ന് കിട്ടും. ലെസ് ദാൻ R1 + R2 അല്ലേ. R1 എന്ന് പറയുന്നത് 6 ആണ്, R2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഇനിക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറുകളല്ലേ നമുക്ക് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്താലോ. ഞാൻ ആദ്യത്തെ കേസ് എടുക്കുന്നു. ആദ്യത്തെ കേസ് എടുത്താൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡ് R -2 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അല്ലേ. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾക്കറിയാം മോഡുലസ് ഓഫ് R -2 ലെസ് ദാൻ 5 ആണെങ്കിൽ ഈ R -2 എന്ന് പറയുന്നത് -5നും +5നും ബിറ്റ്വീൻ ആയിരിക്കില്ലേ മക്കളെ, അല്ലേ. ഇംപ്ലൈസ്, യെസ് ഇവിടേക്ക് എഴുതാൻ ബാക്കി അല്ലേ. ഇംപ്ലൈസ് നമുക്കൊരു 2 ആഡ് ചെയ്യാം ത്രൂ ഔട്ട്. 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 ലെസ് ദാൻ R ലെസ് ദാൻ 7 എന്നല്ലേ വരുന്നത്. അപ്പോൾ ആറിനെ സംബന്ധിച്ച് നമുക്കൊരു കണ്ടീഷൻ കിട്ടി. R എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? -3ക്കും 7നും ബിറ്റ്വീനുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ടാമത്തെ ഭാഗം എടുക്കാം അല്ലേ. 5 ലെസ് ദാൻ R + 2 എന്നുള്ള കേസ് എടുക്കാം. 5 ലെസ് ദാൻ R + 2 ആണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് R > 3 എന്നല്ലേ എഴുതാൻ പറ്റുക, അല്ലേ. അപ്പോൾ മറ്റൊരു കണ്ടീഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആറിനെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ആറുകളല്ലേ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെയുള്ളതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് നമ്പർ ലൈനിലേക്കൊന്ന് മാർക്ക് ചെയ്താലോ. നമ്പർ ലൈനിൽ ഞാൻ -3 മാർക്ക് ചെയ്തു, അതുപോലെ 3 മാർക്ക് ചെയ്തു, ദെൻ 7 മാർക്ക് ചെയ്തു. ഇനി നോക്കൂ മക്കളെ, ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ച് -3ക്കും 7നും ഇടയിലായിരിക്കേണ്ട ആറ്. അപ്പോൾ ഞാൻ -3ക്കും 7നും ഇടയിലായിട്ട് ഷെയ്ഡ് ചെയ്തു. കണ്ടോ, -3യും 7നും ഇൻക്ലൂഡഡ് അല്ല അല്ലേ, സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആണല്ലോ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, 6 3യേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു, 3യേക്കാൾ വലിയ പോർഷൻ ഷെയ്ഡ് ചെയ്യുന്നു. 3യേക്കാൾ വലിയ പോർഷൻ ഞാനെടുത്ത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാ വരിക, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് റീജിയനും കൂടി ഒരേപോലെ വരുന്നത് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നത് എവിടെയാണ്, 3 മുതൽ 7 വരെയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയാൻ പറ്റുക, 3 ലെസ് ദാൻ R ലെസ് ദാൻ 7 എന്നല്ലേ. ഈക്വൽ കൊടുക്കാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആണല്ലോ. R ലെസ് ദാൻ 7 എന്നേ ഉള്ളൂ, അതുപോലെ ഇവിടെ R ഗ്രേറ്റർ ദാൻ 3 എന്നേ ഉള്ളൂ, ഈക്വൽ കാണാനില്ല. അതുകൊണ്ട് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആണ്. അപ്പോൾ ഇതേപോലെ നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 3 ആണെന്ന്, സോറി ഓപ്ഷൻ 3 അല്ലേ, ഓപ്ഷൻ 3 ആണെന്ന് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്.